ഹായ്, നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മളൊരു ബയോഫ്ലോക്ക് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബയോഫ്ലോക്ക് ടാങ്ക് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബയോഫ്ലോക്ക് രീതി ചെയ്യാൻ വേണ്ടിയല്ല, നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ബയോഫ്ലോക്ക് ടാങ്കിനെ യൂസ് ചെയ്തിട്ട് ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഈ ടാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറേ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ അത് അക്വാപോണിക്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. അതിൽ നമ്മൾ തിലാപ്പിയാണ് അക്വാപോണിക്സിലെ മത്സ്യങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അക്വാപോണിക് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഗ്രോയിങ് മീഡിയം. നമ്മളിവിടെ 25 ലിറ്ററിൻ്റെ 8 കന്നാസുകളാണ് ഗ്രോയിങ് മീഡിയമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ മെറ്റൽ നിറച്ചിട്ട് അതിലേക്കായിരിക്കും വെള്ളം പമ്പ് ചെയ്ത് നിർത്തുക. അതിൽ തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ സസ്യങ്ങൾ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. സസ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെജിറ്റബിൾ തന്നെയാണ്. വെജിറ്റബിൾസ്, ചീര, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വളർത്താൻ പറ്റുന്നത്. നമ്മൾ ഈ ഗ്രോയിങ് മീഡിയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം നമ്മൾ പകുതി സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ടാങ്കിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അത് നേരെ നമ്മളൊരു സ്പ്ലിറ്റർ വെച്ചിട്ട് ഒരു സ്പ്രേയിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്പ്രേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഓഫ് ചെയ്യുമ്പോൾ തിരിച്ച് ഈ വെള്ളം ആ സ്പ്രേയറിൽ കൂടെ ആയിരിക്കും പോവുക. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലെവൽ ഈ കാണുന്ന, നിങ്ങൾ ഈ ഡാർക്ക് ഷെയ്ഡിൽ കാണുന്നതാണ്. അതപ്പോൾ പമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഡയറക്ഷനിൽ വെള്ളം കിട്ടും. അതായത് നമ്മുടെ ടാങ്കിലേക്കും വെള്ളം പോകും, അതുപോലെ തന്നെ നമ്മളുടെ ബെഡിലേക്കും വെള്ളം പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ടൈമർ ഇപ്പോൾ ഓൺ സിറ്റുവേഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പമ്പ് വർക്ക് ചെയ്യും. ആ സമയം തന്നെ നമ്മൾ എയറേഷനും ചെയ്യുന്നുണ്ട്. എയറേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ എയറേഷനും ഈ ടൈമർ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ടോട്ടൽ 4 മിനിറ്റാണ് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുക. ആ സമയത്ത് ഓൺ ആയിരിക്കും. അതിനുശേഷം 5 മിനിറ്റ് ഓഫ് ടൈമാണ്. ആ ടൈമിൽ നമ്മളുടെ ഗ്രോയിങ് ബെഡിലേക്ക് പോയിട്ടുള്ള വെള്ളം തിരിച്ച് നമ്മുടെ ഈ സ്പ്രേയറിൽ കൂടെ തന്നെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡ് മാത്രമേ നമുക്ക് കുളത്തിൽ അനക്കമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് വളരെ ചെറിയൊരു സമയം മാത്രമാണ്, 30 സെക്കൻഡ് മാത്രമാണ്. അതിനുശേഷം വീണ്ടും ഈ എയറേറ്റർ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വർക്ക് ഫ്ലോ ഞാനിപ്പോൾ ചെയ്തു വെച്ചു. ഞാൻ ഇതുവരെ പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടില്ല. ഞാൻ ഇനി അതിൻ്റെ അകത്ത് ഗ്രോയിങ് മീഡിയം നിറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഗ്രോയിങ് മീഡിയം നിറച്ചതിന് ശേഷം പ്ലാന്റ് കൂടെ വെച്ച് അതിൻ്റെ ഒരു ഗ്രോത്ത് മോണിറ്റർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ ലെവൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ സമയമായി കഴിയുമ്പോൾ ഇത് ഓഫാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എയറേറ്റർ എല്ലാം ഓഫായിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ ഗ്രോയിങ് മീഡിയത്തിൽ നിന്നുള്ള വെള്ളം തിരിച്ചിറങ്ങി വരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺസൺ JTP 5800 എന്ന് പറയുന്ന മോഡൽ പമ്പാണ്. അത് ഏകദേശം 1 മണിക്കൂറിൽ 5800 ലിറ്റർ പമ്പ് ചെയ്യുന്നൊരു പമ്പാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ പമ്പിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 38 വാട്ട്സ് ആണ്. നമ്മളുടെ എയറേറ്റർ 60 വാട്ടാണ്. ടോട്ടൽ എനിക്ക് ഒരു മാസം ചിലവാകുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 32 യൂണിറ്റാണ്. മാക്സിമം 38 ആണ്. അപ്പോൾ അത് എനിക്ക് കൂടിപ്പോയാൽ ഒരു 170 രൂപയുടെ, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ താരിഫ് വെച്ചിട്ട് 170 രൂപ ആവാം ഒരു മാസം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഈ എയറേറ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് മീനിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതാണ്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ആ സമയത്ത് നമ്മുടെ എയറേറ്റർ ഓഫ് ആയിരിക്കുമ്പോഴും നമ്മളുടെ ഈ ഫൗണ്ടെയിൻ ടൈപ്പ്, അതായത് നമ്മൾ ആ സ്പ്രേ ചെയ്യുന്ന റിട്ടേൺ വാട്ടർ അതിൽ സ്പ്രേ ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ ഡിസോൾവ്ഡ് അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അക്വാപോണിക്സിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സൈക്കിളാണ്. നാച്ചുറൽ സൈക്കിൾ മീൻസ് നമ്മുടെ ഈ കുളത്തിലുള്ള മീനുകൾ അവരുടെ വിസർജ്യങ്ങൾ ഈ വെള്ളത്തിലായിരിക്കും ലയിക്കുക. അതിന് നമ്മൾ നേരെ പമ്പ് ചെയ്ത് ആ വെള്ളത്തിനെ പമ്പ് ചെയ്ത് നമ്മുടെ ഗ്രോയിങ് മീഡിയമായ മെറ്റലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ അമോണിയ എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഈ വെള്ളത്തിൽ ഈ അവരുടെ വിസർജ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ വെള്ളത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രോയിങ് മീഡിയത്തിലേക്ക് വിടുന്നത്. ഗ്രോയിങ് മീഡിയത്തിലുള്ള നൈട്രേറ്റ് ബാക്ടീരിയയും സസ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ, അതായത് സസ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നൈട്രേറ്റ് എന്നുള്ള ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ സസ്യങ്ങൾക്ക് ആവുന്ന രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ അമോണിയയെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ഗ്രോയിങ് മീഡിയത്തിൽ വെച്ചിട്ടാണ്. ആ ഗ്രോയിങ് മീഡിയത്തിൽ വെച്ച് കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് അത് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുകയും സസ്യങ്ങൾ അതിലുള്ള നൈട്രേറ്റിനെ അബ്സോർബ് ചെയ്ത് അത് ഉപയോഗിക്കുകയും സസ്യങ്ങൾ വളരുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ വെള്ളത്തിലുള്ള അമോണിയയുടെ അളവ് കുറയുകയും ചെയ്യും. അങ്ങനെ ആ വെള്ളം നമ്മൾ തിരിച്ച് നമ്മളുടെ കുളത്തിലേക്ക് തന്നെ പമ്പ് ചെയ്ത് തിരിച്ചു വിടുകയും ചെയ്യും. അങ്ങനെയാണ് അക്വാപോണിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ മീനിൻ്റെ ഗ്രോത്തും നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഗ്രോത്തും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ.